അല്ല, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അടുത്ത ഭരണസമിതി യോഗത്തോട് വേണം ഗുരുവായൂരിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും. ഗുരുവായൂരിനെ ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാവുമ്പോൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം ആളുകൾ സന്ദർശിക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അതിൻ്റെ കുറവുകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ അടുത്ത ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. യോഗം 13-ാം തീയതിയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്, അല്ലേ അന്വേഷണത്തിൽ? 13-ാം തീയതിയാണ് ഞങ്ങൾ യോഗം വെച്ചിട്ടുള്ളത്. ആ 13 ഇനി സ്ഥിരമായ ഭരണസമിതി യോഗങ്ങളിൽ ഇതിൻ്റെ രൂപവും ഭാവവും നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. വീണ് കിടക്കുന്ന ഒരു കല്ല് പോലും നീക്കം ചെയ്യണമെങ്കിൽ ഭഗവാനത് ഇഷ്ടമാണോ അല്ലയോ എന്ന് പരിശോധിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വികസന രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ സ്വകാര്യ വ്യക്തികളും ഗവൺമെൻറ്റും ഒക്കെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രധാന പ്രശ്നം, ലക്ഷക്കണക്കിന് ഭക്തർ വരുമ്പോൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഭഗവാനെ ഒന്ന് നേരിൽ കണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് അവരുടെ മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം സ്ഥലപരിമിതികളെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മുടെ ഡയറക്ടർമാരുടെ മനസ്സിലെല്ലാം തന്നെ ഭരണസമിതി അംഗങ്ങൾ അതെങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി വിദഗ്ധരുമായി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട പുരാതന തന്ത്രി വിഭാഗങ്ങളോട് ചിന്തിച്ച് ചെയ്യുവാനുള്ള മാർഗം കണ്ടെത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണം. കെട്ടിടങ്ങളും ഭാരങ്ങളൊക്കെ വരും. അതെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യാൻ എത്രയോ ആളുകളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എത്രയോ ദൂരത്തിൽ നിന്ന് ദിവസങ്ങൾ കാവൽ കടന്ന് ഭഗവാനെ തൊഴുകാൻ വന്ന ആളുകളുടെ സൗകര്യം വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ പ്രമുഖ ലക്ഷ്യങ്ങളിലൊന്ന്. അതിനെന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ ചിന്തിക്കും. യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ, ആർക്കെങ്കിലും വേണം കടിയും പിടിയും വലിയൊന്നും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഗവൺമെൻറ് തീരുമാനിച്ച ഒരു തീരുമാനമാണ്. ഇതിലങ്ങനൊരു ഒരു വിഷയം വരേണ്ടി വന്നിട്ടില്ല. സാധാരണ മട്ടിൽ ഇത് കടന്നുപോയി. ഈ പേപ്പർ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഭരണസമിതി അംഗമായി എന്ന്. അല്ല, ഗുരുവായൂരപ്പൻ, ഞാൻ 35 വർഷമായി ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഒരാളാണ്. പുലർച്ചെ 5 മണിക്ക് എണിച്ച് കുടിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നാമം ചൊല്ലി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ പോകും, തിരിച്ച് നടക്കാൻ വരും. എൻ്റെ അസുഖങ്ങൾ കുറേ മാറ്റി തന്നിട്ടുണ്ട്. എന്തോ എനിക്കൊരു ഊർജം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നാൽ എനിക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാനവും ഏറ്റെടുക്കാത്ത ഒരാളാണ് ഞാൻ. ഗവൺമെൻറ്റുകളെല്ലാം തന്നെ പലതും ഏറ്റെടുക്കാൻ ഈ ഗവൺമെൻറ് വന്നപ്പോഴും പലതും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. എന്താണ് ഗോപി പറയുന്നത് അത് ഞാൻ തരാം എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അതിനൊന്നും ഞാൻ തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഭഗവാനോടുള്ള എൻ്റെ ആദരവും എന്നെ എന്തോ വിളിക്കണു എന്ന് തോന്നിയപ്പോൾ ഞാനിത് വരാമെന്ന് പറയുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഈ അവസരം ഇന്ന് സൃഷ്ടിക്കുന്നത്.